الحمد لله رب العالمين نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സത്താം സംരക്ഷകനുമായ ഏകനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിനേറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമം നടത്തണമേ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഏറെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാര്യം ഗൗരവമേറിയതാണെങ്കിലും നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്സാരമായി കരുതപ്പെടുന്ന ഒരു കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, കടബാധ്യത എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 95% എന്ന് വേണമെങ്കിൽ പറയാം ആളുകളും കടമുള്ളവരാണ്, ബാധ്യതയുള്ളവരാണ്, സാമ്പത്തികമായിരിക്കുന്ന ബാധ്യതയുള്ളവരാണ്. ഒരുപക്ഷെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കാം, ബന്ധുക്കളായിരിക്കുന്ന ആളുകൾക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കായിരിക്കാം. കടമില്ലാത്തവരാരുണ്ട് എന്ന് ചോദിച്ചാൽ സധൈര്യം എനിക്ക് ഒരു കടവുമില്ല എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ തുലോം കുറവായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ കടം വാങ്ങാൻ, പണം എന്നല്ല ഒരു സാധനവും കടം വാങ്ങാൻ തയ്യാറാകൂല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുന്ന വേളയിൽ ആകാശത്തേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആകാശത്തേക്ക് മിഴിനട്ട് ഇങ്ങനെ നിൽക്കും. കഴിഞ്ഞതിന് ശേഷം, അല്പം കഴിഞ്ഞതിന് ശേഷം നെറ്റിയിലേക്ക് തന്റെ കൈകൾ വെച്ചുകൊണ്ട് അല്പം വിശ്രമിക്കും. വീണ്ടും മുകളിലേക്ക് നോക്കുന്നു, വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സുബ്ഹാനല്ലാഹ് മാദാ ഉൻസില മിനത് തശ്ദീദി ഫിദ്ദീൻ. മതത്തിൽ എത്ര കഠിനമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. സഹാബത്ത് പറയാണ്, ഞങ്ങൾ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോ എന്താണത് എന്ന് ചോദിക്കാൻ പോലും ഞങ്ങൾ ഭയപ്പെട്ടു.
പിറ്റേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണ്ടായി, പ്രവാചകരെ എന്താണ് ഇന്നലെ നിങ്ങൾക്ക് ദീനിൽ ഇത്രയും കഠിനമേറിയിരിക്കുന്ന ഒരു വിഷയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹുവാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, വധിക്കപ്പെട്ടാൽ, അഥവാ ശത്രുവിന്റെ കരങ്ങൾ കൊണ്ട് ഷഹീദായി തീർന്നാൽ, രണ്ടാമത്തെ പ്രാവശ്യവും അവൻ ജീവിപ്പിക്കുന്നു, വീണ്ടും അതേ രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുവിന്റെ കരങ്ങളാൽ വധിക്കപ്പെടുന്നു, ഷഹീദായി തീർന്നു. വേറെ റിവായത്തുള്ള 3 പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു എന്നാണ്. ആ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളുടെ കരങ്ങൾ കൊണ്ട് വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയാളുടെ ശരീരത്തിൽ നിന്നും 1ാമത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദുകൾക്ക് അവരുടെ മുൻകഴിഞ്ഞിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വീണ്ടും അയാൾക്ക് പുനർജന്മം കിട്ടുന്നു, വീണ്ടും അതേ രൂപത്തിൽ ഷഹീദായി മാറുന്നു, വീണ്ടും ഒരിക്കൽ കൂടെ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടുന്നു, വീണ്ടും ഷഹീദായി തീരുന്നു. അങ്ങനെ ചെയ്താലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ദഖലൽ ജന്നത ഹത്താ യുഖ്ളാ അലൈഹി ദൈന, അവൻ എത്ര പ്രാവശ്യം ഷഹീദായാലും ശരി സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ കടം വീട്ടിയാലല്ലാതെ ഷഹീദിന് പോലും സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുകയില്ല എന്നാണ്. നോമ്പും നിസ്കാരമല്ല, ദിക്റുകളും ദുആകളും ഖുർആൻ പറയണമല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദറജയേറിയിരിക്കുന്ന ഷഹീദിന്റെ അവസ്ഥയിലെത്തിയാൽ പോലും കടം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവന് തടസ്സമാണ് എന്നാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു മയ്യത്ത് കൊണ്ടുവരികയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, ഈ മനുഷ്യന് വല്ല കടവുമുണ്ടോ? പ്രവാചകനോട് സഹാബത്ത് പറഞ്ഞു, ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയുണ്ടായി. 2ാമത്തെ പ്രാവശ്യം വേറൊരു മയ്യത്ത് കൊണ്ടുവന്ന സമയത്ത് പ്രവാചകൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് വല്ല കടവുമുണ്ടോ? ആ സമയത്ത് പറഞ്ഞു, ഏതാണ്ട് 2 ദിനാർ പോലെയാണ്, അത് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് സമ്പത്തുണ്ട് എന്ന് പറഞ്ഞു. പ്രവാചകൻ നിസ്കരിച്ചു. മറ്റൊരിക്കൽ മറ്റൊരു മയ്യത്ത് കൊണ്ടുവന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇദ്ദേഹത്തിന് കടം വല്ലതും ഉണ്ടോ? ആ പറഞ്ഞു, കടമുണ്ട്, 2 ദീനാറുണ്ട്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു സാഹിബക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിസ്കരിക്കുക, എനിക്ക് നിസ്കരിക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നില്ല എന്നാണ്. കടമുള്ളവന് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല എന്നല്ല, നിസ്കരിക്കാൻ വേണ്ടി സഹാബത്തോട് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അതിൽ നിന്നും മാറ്റി നിർത്തി. ഈ സമയത്ത് ഈ ദയനീയമായിരിക്കുന്ന രംഗം കണ്ടപ്പം കൂടപ്പിറപ്പുകളോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട്, വിശ്വാസികളായിരിക്കുന്ന സുഹൃത്തുക്കളോട് അങ്ങേറ്റം ദയയുള്ള, കരുണയുള്ള, സ്നേഹമുള്ള സഹാബത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന അബൂ ഖത്താദ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ പ്രവാചകരെ, അദ്ദേഹത്തിന്റെ 2 ദിർഹം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രവാചകൻ ഗൗരവത്തോട് ചോദിച്ചു, നിന്റെ മുതലിൽ നിന്ന്, നിന്റെ സമ്പത്തിൽ നിന്ന് അവന്റെ ഈ 2 ദിർഹം അല്ലെ ദീനാർ നീ ചെലവഴിക്കാൻ നീ തയ്യാറുണ്ടോ? അതെ, ഉറപ്പാണ്, ഞാൻ തയ്യാറുണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി എങ്കിൽ നമുക്ക് നിസ്കരിക്കാം. പ്രവാചകൻ അപ്പോൾ നിസ്കരിച്ചതെന്നാണ്. നോക്കണം, നിസ്കാരമില്ലാത്തവനെ കുറിച്ചല്ല, നോമ്പില്ലാത്തവനെ കുറിച്ചല്ല, മറ്റേതെങ്കിലും കാര്യങ്ങൾ വിട്ടുനിൽക്കുന്നവനെ കുറിച്ചല്ല, നേരെ മറിച്ച് കടബാധ്യതയുള്ള പ്രവാചകന് കൊടുക്കാണ്ടായിട്ടല്ല. ഏതോ മനുഷ്യന് 2 ദിർഹമുകൾ കൊടുക്കാൻ ബാക്കിയുണ്ടായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് പോലും വിലക്കിയെങ്കിൽ, നമ്മളൊക്കെ മയ്യത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ പ്രവാചകൻ ഉണ്ടാകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, ഞാനും നിങ്ങളുമൊക്കെ ചെറുതോ വലുതായിരിക്കുന്ന കടക്കാരായി മാറിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ജീവിതം വഴിമുട്ടിപ്പോകുന്ന ഘട്ടത്തിലാണോ? അല്ല, നേരെ മറിച്ച് ആഗ്രഹങ്ങളെ അത്യാവശ്യങ്ങളായി കാണുമ്പോ അത് നേടിയെടുക്കുവാനുള്ള വ്യഗ്രതയും അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിന്റെയും പേരിലാണ് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ വമ്പിച്ച കടത്തിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നത്. മറ്റുള്ളവനെ കാണുമ്പോൾ സുന്ദരമായിരിക്കുന്ന ഒരു വീടുണ്ട്, എനിക്കും വേണം. ചെറുതായാൽ പോരാ, തനിക്കും തന്റെ കുടുംബത്തിനും ജീവിക്കാൻ പോകുന്നതായാൽ പോരാ. വാടക വീട് കിട്ടാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് ഇല്ല, അന്തസ്സിന് വേണ്ടി, അല്ലേ, ആളാകാൻ വേണ്ടി അങ്ങനെ കടം വാങ്ങുന്നു. വാഹനം വാങ്ങാൻ വേണ്ടി കടം വാങ്ങുന്നു. ബിസിനസ് തുടങ്ങാനും ബിസിനസ് വിപുലീകരിക്കാനും വേണ്ടി കടം വാങ്ങുന്നു. ടൂർ പോകാൻ, ആഘോഷം, അല്ലേ, ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒക്കെ കടം വാങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഏതു സമയത്തും തീർന്നു പോകുന്നതല്ലേ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ അബൂ ഖത്താദയോട് ആ മയ്യത്തിനെ മറമാടിയതിന് പിറ്റേ ദിവസം കാണുന്നുണ്ട് പ്രവാചകൻ. സഹിയായിരിക്കുന്ന ഹദീസുകളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
അബൂ ഖത്താദയോട് ചോദിക്കുന്നുണ്ട്, അല്ല അബൂ ഖത്താദ, നീ ആ മനുഷ്യന്റെ 2 ദിർഹം കടം വീട്ടിയിട്ടുണ്ടോ? സാധാരണ നമ്മൾ ചോദിക്കുന്നത് പോലെ അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു പ്രവാചകരോട് ചോദിച്ചു, പ്രവാചകരെ, അദ്ദേഹം മരിച്ചിട്ട് 2 ദിവസമല്ലാകുന്നുള്ളൂ. വീണ്ടും 3-ാമത്തെ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖത്താദയെ കണ്ടപ്പോൾ ചോദിച്ചു. പ്രവാചകൻ തലേ ദിവസം ചോദിച്ചത് കൊണ്ട് അന്ന് തന്നെ അദ്ദേഹം കൊടുത്തു വീട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നാണ് ആ മനുഷ്യന്റെ ശരീരത്തിന് അഥവാ അവന്റെ തൊലിക്ക് ഒന്ന് തണുപ്പ് കിട്ടിയത് എന്നാണ്. ഒരാൾ ഏറ്റെടുത്ത കടത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ഏറ്റെടുക്കാത്ത കടവുമായി കടബാധ്യതയുമായി മരണപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഉണ്ടാവുക എന്നതാണ്. വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കണം സഹോദരൻ നമ്മൾ കാണേണ്ടത്. പ്രവാചകൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും വേണ്ടി ഈ രൂപത്തിലൊക്കെ തന്നെ കടം വാങ്ങുമ്പം വളരെ ഗൗരവത്തോടു കൂടെയായിരിക്കണം നമുക്ക് ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ മരണപ്പെട്ടു പോയാൽ ഒരുപക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, കേവലമായിരിക്കുന്ന ഒരു വാക്ക്, വാപ്പാക്ക് കടമുണ്ടെങ്കിൽ, എന്റെ സഹോദരന് കടമുണ്ടെങ്കിൽ, എന്റെ മോന് കടമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടണം, എന്നോട് ചോദിക്കണം, ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയും. ഭാരിച്ച ബാധ്യതയാണെന്ന് കേൾക്കുമ്പം കിട്ടൂല, അല്ലേ? ഏറ്റെടുക്കാൻ തയ്യാറാകൂല, അല്ലെങ്കിൽ കേവലം ഒരു പൊഴിവാക്കായി മാത്രം മാറുകയാണ്. എന്തു ധൈര്യമാണ് ഞാനും നിങ്ങളുമൊക്കെ വിട്ടേച്ചു പോകുന്ന കടങ്ങൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് അത് വീട്ടപ്പെടുമെന്നോ നാമുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആളുകളത് തീർക്കുമെന്നോ എന്ന് പറയാൻ എന്ത് ധൈര്യമാണ് നമുക്കുള്ളത്? പ്രിയപ്പെട്ടവരെ, പരലോകം നഷ്ടപ്പെടുത്തി പോകുന്ന, സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന, സ്വർഗപ്രവേശനം തടസ്സമാകുന്ന ഗൗരവമേറിയിരിക്കുന്ന കാര്യമായിട്ടും എന്തുകൊണ്ട് അതിൽ ജാഗ്രത കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത് സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുമെന്ന് മാത്രമല്ല, മൻമാത അലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ, ഏതെങ്കിലും ഒരു മനുഷ്യന് ദീനാറോ ദിർഹമായി വല്ലതും നൽകാൻ ബാക്കിയുണ്ടായിട്ടാണ് ഒരു മനുഷ്യൻ മരണപ്പെടുത്തു പോകുന്നതെങ്കിൽ പരലോകത്തെത്തുമ്പോ അവിടെ ദീനാറുകൾക്കും ദിർഹമുകൾക്കൊന്നും വിലയില്ലാത്ത ഒരിടമായതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഖുദിയ മിൻ ഹസനാതിഹി, അവന്റെ ഹസനത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊടുക്കുന്നതാണ് അവന്. എന്ന് പറഞ്ഞാൽ ഹസനാത്തുകൾക്ക് എത്ര വിലയിടുക? അവന്റെ മാനസികമായിരിക്കുന്ന, അതുപോലെ തന്നെ അവന്റേതായ അവന് ഏൽപ്പിച്ചിരിക്കുന്ന, നാം നൽകാത്തത് കൊണ്ട് അവനെ ബാധിച്ചിരിക്കുന്ന കട്ടലകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല വിലയിടുന്നത് നാം അനുഷ്ഠിച്ചിരിക്കുന്ന നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും ദിക്റുകളുടെയും ദുആകളുടെയൊക്കെയാണ്. ഹസനാത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടു കൂടെയായിരിക്കണം അത് കാണേണ്ടത്. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക, എന്താവശ്യത്തിന് വേണ്ടിയാണ് കടം വാങ്ങാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്? കടം വാങ്ങാൻ അനുവാദം നൽകുന്നുണ്ട് അവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, അത്യാവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് കടം വാങ്ങാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയും ആകാവുന്നതാണ്. അത് വീട്ടാനുള്ള ഒരു അവസ്ഥ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്നാണ്. അതില്ലാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കടം വാങ്ങുന്ന സമയത്ത് അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കടം വാങ്ങുന്നതെങ്കിൽ തീർച്ചയായും അത് വീട്ടാനുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് വാങ്ങിയതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വീട്ടാനുള്ള സാവകാശം, അവസരം ഉണ്ടായി കൊടുക്കുന്നതാണ്. മൻ അഖദ അംവാലൻ നാസ് യുരീദു അദാഹ, ആരെങ്കിലും ഒരു ജനങ്ങളിൽ നിന്ന് സമ്പത്ത് കടമായി വാങ്ങുന്നു, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടാനുള്ള ഒരു ആവത് അവന് കൊടുക്കുന്നതാണ്. വാങ്ങുന്ന സമയത്ത് തന്നെ എങ്ങനെ കൊടുക്കുക അതൊന്നും അറിയില്ല, അല്ലേ? ചില്ലറയൊന്നുമല്ല വാങ്ങണത്, കോടികളാണ്, ലക്ഷങ്ങളാണ്. ബിസിനസ് തുടങ്ങാൻ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി, മക്കളുടെ മംഗലങ്ങൾക്ക് വേണ്ടി, അല്ലെ? പല കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ കൂട്ടും? അള്ളാഹു ആയാലും വീട്ടുന്ന എങ്ങനെ കൂട്ടും അറിയില്ല. ഒക്കെ എന്തെങ്കിലുമൊക്കെ വഴി കാണിക്കുന്നതാണ്. അങ്ങ് എന്തെങ്കിലുമൊക്കെ വഴി കാണിക്കുന്നിടത്ത് വാങ്ങേണ്ടതല്ല കടം എന്ന് പറയുന്നത്. അത് നമുക്കറിയാലോ, ചില സമയത്ത് ആരും കടം വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി പോകും. ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോ, അതുപോലെയുള്ള അത്യാഹിതങ്ങൾ വരുമ്പോ തീർച്ചയായും മറ്റൊരാളോട് ചോദിക്കേണ്ടി വരും. ആ സമയത്താകാവുന്നതാണ്. പക്ഷേ അത് കൊടുത്തു ഊട്ടണം എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവണം. നിരന്തരമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പ്രവാചകനെ, നമ്മുടെ ഭാഷ പറയുമെങ്കിൽ തെറി വിളിക്കാൻ, തോന്നിവാസം പറയാം. സഹാബത്തിനൊക്കെ അത് കേട്ടിട്ട് വല്ലാണ്ട് ആയിപ്പോയി. അവരദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്കുക, അയാളത് പറയാനുള്ള യോഗ്യനാണ്. പ്രവാചകൻ പറഞ്ഞ അവസരത്തിൽ കൊടുക്കാത്തോണ്ടല്ല, പക്ഷെ അദ്ദേഹത്തിന് അടുക്കൽ നിന്നും കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവധി എത്തുന്നതിന് മുമ്പ് പ്രവാചകനെ വഷളാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്ന പണിയാണെങ്കിൽ കൂടെ താൻ അവന് നൽകാൻ കടം ബാക്കിയുണ്ട് എന്നതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു വിട്ടേക്കുക, അവന്റെ അവകാശമാണെന്നാണ്.
ഉലമാക്കൾ പറഞ്ഞു, കടം നൽകിയിട്ട് വാങ്ങാത്തവനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഇസ്ലാമിൽ ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് നൽകുന്ന വില എന്ന് പറയുന്നത് കഅബയേക്കാളും ദുൽഹിജ്ജ 10-നേക്കാളും അറഫയേക്കാളും ഒക്കെ പവിത്രമായിരിക്കുന്ന ഒന്നാണ് ഒരു വിശ്വാസിയുടെ അഭിമാനം എന്ന് പറയുന്നത്. ഉലമാക്കൾ പറഞ്ഞു, കടം നൽകാൻ ബാക്കിയുണ്ടായിട്ട് അവധി കഴിഞ്ഞിട്ടും കടം നൽകാത്തവനാണെങ്കിൽ അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ പെരുമാറേണ്ടി വന്നാൽ അതുപോലും അനുവദിക്കപ്പെട്ടതാണെന്ന്. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്നറിയില്ല. ഞാൻ നിങ്ങളിൽ നിന്ന് വല്ലതും വാങ്ങി വിചാരിക്കാം, പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഒരുപക്ഷെ ഞാൻ കരുതിക്കൂട്ടിയോ അല്ലാതെയോ ആകട്ടെ, അതിനുശേഷം എന്നോട് പെരുമാറുന്നത് എന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിലാണെങ്കിൽ പോലും ആ സംസാരിച്ച വ്യക്തിക്ക്, പെരുമാറിയ വ്യക്തിക്ക് കുറ്റുണ്ടാകൂല എന്നാണ്. അല്ലാത്തൊരു ഘട്ടത്തിൽ പോലും മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ പെരുമാറാൻ പാടില്ല. അത്രയും ഗൗരവമേറിയിരിക്കുന്ന വിഷയമാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ആലോചിച്ചോക്ക് നിങ്ങൾ, ഇന്ന് മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ കടത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അതോടൊപ്പം മറ്റൊരു വശം കൂടെയുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൗഫീഖിനാൽ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കോടീശ്വരന്മാരുണ്ട് എന്നല്ല, ജീവിച്ചു പോകാൻ പറ്റുന്നതും അല്പമൊക്കെ ശേഷിപ്പുള്ളവരുമായിരിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കടം നൽകുക എന്നുള്ളത് സ്വതക്കയുടെ ദറജയിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ സമ്പത്ത് തിരികെ പിടിച്ചുകൊണ്ട് നമുക്ക് കൂലി നേടിയെടുക്കാൻ പറ്റിയിരിക്കുന്ന ഒരു സംഗതിയാണ് കടം കൊടുക്കുക എന്നുള്ളത്. പക്ഷെ നമുക്ക് പേടിയാണ്, കടം കൊടുക്കാൻ നമുക്ക് ബേജാറാണ്. കാരണം എന്ത് ധൈര്യത്തിലാ കൊടുക്കുക, തിരിച്ചു കിട്ടോ ഇല്ലേ എന്ന് അറിയില്ല എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതര വിശ്വാസിയോട് കാണിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശ്വാസം എന്നുള്ളതാണ്. അവനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിച്ച് കഴിഞ്ഞാൽ ചതിക്കാതിരിക്കുക എന്നുള്ളത് മറുത്തുണ്ട്. ഒരു വിശ്വാസം അവൻ തരൂല എന്ന് നമ്മൾ മുൻകൂട്ടി പറയണ്ട, മുൻകൂട്ടി ചിന്തിക്കേണ്ട. അവൻ നൽകും, അവനെ കൊണ്ട് നൽകാൻ കഴിയുന്നതാണ് എന്ന രൂപത്തിൽ തന്നെ ആയിരിക്കണം അവന്റെ പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ പരിഗണിക്കേണ്ടത്, കടം കൊടുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും ഒരു വിശ്വാസി മറ്റൊരു പ്രയാസപ്പെടുന്ന ഒരു വിശ്വാസിയുടെ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി ഈ ദുനിയാവിൽ ഇടപെട്ടാൽ പരലോകത്ത് ഒരാളും കൂട്ടില്ലാത്ത സമയത്ത് അവന്റെ പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കിത്തരുമെന്നാണ്. അതിന് നമ്മൾ റെഡിയാണോ? ഇല്ല. ഇന്ന് പലരും തോന്നിവാസങ്ങളിൽ അല്ലെങ്കിൽ അഹ്റാമിന്റെ മാർഗങ്ങളിലൂടെ കടം ഏറ്റുവാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുള്ള ന്യായം നിങ്ങൾ തരുമെന്നാണ്. അതേ ചോദ്യം ന്യായം തന്നെയാണ്. കാരണം വിശ്വാസികളായിട്ടുള്ള 5 നേരം നിസ്കരിക്കുന്ന ഈമാനുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും സമ്പന്നരാണെങ്കിലും അവരുടെ സമ്പത്തിന് ഒരു കോട്ടവും പറ്റാത്ത രൂപത്തിൽ തുച്ഛമായിരിക്കുന്ന പണം പോലും കടം ചോദിച്ചാല് കൊടുക്കാൻ റെഡിയാവൂല. എന്നിട്ട് അവരും ഈമാനുള്ളവരെ നിറഞ്ഞെടുക്കുകയാണ്. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ ഒക്കെ ജീവിതം നമ്മൾ പഠിക്കണം. ഈ പറഞ്ഞതുപോലെ ഓരോ സഹാബത്തും ഏറ്റെടുക്കുക കടം. സകാത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ 8 ആളുകളുടെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവളാണ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടക്കാരന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാറില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ പിൽക്കാലത്ത് ഇസ്ലാമിന് ഇസ്സത്ത് വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കാരത്തിന്റെ വഴി ഇതേ ചോദ്യം ആവർത്തിക്കും, കടമുണ്ടോ? അതേ, കടമുണ്ട്. അതുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യല് എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് അഥവാ ബൈത്തുൽ മാലിൽ നിന്ന്, ഇന്നത്തെ പറയണമെങ്കിൽ സകാത്തു സല്ലിൽ നിന്നും അതെന്ത് ചെയ്യും? കടം വീട്ടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്ന് പറഞ്ഞാൽ എല്ലാ കടവും സകാത്ത് സല്ലിലേക്കും പള്ളിയിലേക്കും വിശ്വാസികളുടെ മേലേക്ക് എടുത്തെറിയാന്നുള്ളതല്ല. ഒന്നാമത് ചെയ്യേണ്ടത്, ഒരു കടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യൻ മരണപ്പെട്ട ആളും അയാളുടെ സ്വത്ത് ആ മരണപ്പെടുന്ന വേളയിൽ അയാളുടേതല്ലാതായി മാറിയിരിക്കാൻ, പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളുടേത്, മാതാപിതാക്കളുടേത്, ഭാര്യയുടേത് ഇങ്ങനെയായി മാറിത്തീരും. പക്ഷെ എല്ലാം കടം വീട്ടിയതിനു ശേഷം മാത്രമേ ഉള്ളൂ എന്നാണ്. വാപ്പാക്ക് ഒരുപാട് ലക്ഷങ്ങൾ കടണ്ട്, ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, മക്കൾ വിധിച്ചെടുക്കാൻ പറ്റൂല. ആദ്യം വാപ്പയുടെ കടം വീട്ടിയിട്ട് മാത്രമേ സ്വത്ത് വീതിക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ മക്കൾ റെഡിയാവും ഇന്നത്തെ കാലത്ത്. പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്കൊക്കെ കടം വരുത്തി വെക്കാൻ കഴിയാം? അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെയായിരിക്കണം ഈ വിഷയത്തെ കാണേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല കടമില്ലാത്ത പ്രവാചകൻ പോലും നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നിരന്തരം പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന സഹാബത്ത് അങ്ങനെ പറയുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റം. അല്ലാഹുവേ, പാപിയായി തീരുന്നതിൽ നിന്നും കടക്കണിയിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്നും റബ്ബേ എന്നെ നീ സഹായിക്കണേ, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ട് കടത്തെ ഭയപ്പെടുക, സാധ്യമാകുമെങ്കിൽ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ കടത്തെ സമീപിക്കാതിരിക്കുക.
അത് അടുത്ത ബന്ധുവാണെങ്കിലും അകന്ന ആളുകളാണെങ്കിലും ശരി, കടവുമായി ബന്ധപ്പെടാതിരിക്കാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും ഒരു വിശ്വാസിയുടെ പാരത്രിക ലോകത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല കടമില്ലാത്ത രൂപത്തിൽ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله ومن تبعهم بإحسان إلى يوم الدين اتقوا الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു കാര്യം, കടം മനുഷ്യനെ രാത്രിയിൽ അവന്റെ ഉറക്കം കെടുത്തുകയും പകലിൽ അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുമെന്നാണ്. ശരിയല്ല നരച്ചു നിങ്ങള്? കടമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയാം? അവധി തെറ്റുകൂടെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? പകലിൽ അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കും. എത്ര മനുഷ്യന്മാരെ നോക്കുക നിങ്ങൾ. നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പള്ളിയിലൊക്കെ സജീവമായിരുന്ന, ദീനീ രംഗത്ത് സജീവമായിരിക്കുന്ന ആളുകൾ കടക്കണയിൽ പെട്ടിട്ട് പിന്നെ ദീനും ദുനിയാവില്ല. കാരണം അവന് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല, ആളുകളുടെ മുന്നിൽ നോക്കാൻ കഴിയുന്നില്ല. പലരും ആത്മഹത്യയിലേക്ക് ശരണം പ്രാപിച്ച് അങ്ങനെ പോയി. പലരും അവന്റെ നമ്പറുകളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞിട്ട് ഏതോ നാട്ടിലേക്ക് കുടിയേറിപ്പാർ. എത്ര സംഭവങ്ങൾ കാണാൻ കഴിയും. വളരെയധികം കളവ്. പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഒരു കടക്കാരൻ എന്തുകൊണ്ടാണ് പ്രവാചകനെ പ്രാർത്ഥിക്കാനുള്ള കാരണം ചോദിച്ചപ്പം, കടമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അറിയാതെ അവന്റെ സംസാരങ്ങൾ കളവായി തീരും. ഞാൻ നാളെ തരാം, അടുത്ത ആഴ്ച തരാം, ഇനി ഇങ്ങനെ കിട്ടാണ്ട് എവിടെ ഇതൊന്നുമില്ല. ഈ കടക്കാരന് കൊടുക്കാനുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ സംസാരിക്കുന്നു എന്ന് മാത്രമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിലൂടെ ഒരുപക്ഷെ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. വളരെ ഗൗരവത്തിലായിരിക്കണം കാണേണ്ടത്. എത്ര തെറ്റുകളെന്നറിയോ? ഒരു കടം വാങ്ങി എന്നതിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ആലോചിക്കുന്നത്, ഒന്ന് വിശ്വാസ വഞ്ചനയാണ്, വാക്ക് പാലിക്കാതിരിക്കലാണ്, നിരന്തരമായി കളവുകൾ പറയലാണ്, അല്ലെ? എന്തൊക്കെ കാര്യങ്ങളുണ്ട്, മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തലാണ്. ഇതൊക്കെ പാപമായിട്ട് കുമിഞ്ഞു കൂടുന്ന ഒരവസ്ഥയായിരിക്കും കടമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അതിന്റെ മറുവശം കൂടെയുണ്ട്. നമുക്കറിയാം, കുടുങ്ങിയത് കൊണ്ട്, പ്രയാസമുള്ളത് കൊണ്ടാണ് ഒരു മനുഷ്യൻ കടം വാങ്ങുന്നത്. തന്റെ സഹോദരന്റെ പ്രയാസം മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് അവന് കൊടുത്തത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല എന്നെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒഴിവാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇരട്ടിയായിട്ടുള്ള സ്വതക്ക. സാധാരണ 1000 രൂപ ഒഴിവാക്കി കൊടുത്താൽ 1000 കൊടുത്താൽ എത്രയാണോ സ്വതക്ക കിട്ടുക, അതിന്റെ ഇരട്ടിയായിരിക്കും കൂലി ഉണ്ടാവുക എന്നാണ്. ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടം കൊടുത്ത സമയം മുതൽ കടം വീട്ടാൻ എന്നാണോ തിരികെ തരുമെന്ന് പറഞ്ഞാൽ ആ സമയം അത്രയും അയാൾ സ്വതക്ക കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടും. കടം വീട്ടാൻ കഴിയാതെ ആ സമയം എത്തിയിട്ട് പിന്നീട് നിങ്ങൾ സമയം നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇരട്ടി സ്വതക്കയുടെ പ്രതിഫലം കിട്ടുന്നതാണ്. ഇതൊക്കെ പടച്ചോൻ ആർക്കെങ്കിലും കൊടുത്തോട്ടെ, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ്. എനിക്ക് എന്റെ പണം ഇപ്പൊ കിട്ടണം, അല്ലെ? നമുക്ക് സ്വന്തം സഹോദരന്റെ അഭിമാനത്തിൽ അല്പം പോലും വിലകൽപ്പിക്കാത്ത ആളുകൾക്ക് അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ. ശരിയായിരിക്കാം, നമുക്ക് പ്രയാസം ഉണ്ടായിരിക്കാം. ആ പ്രയാസങ്ങൾ തീർച്ചയായും നമ്മുടെ അവകാശമായതുകൊണ്ട് തന്നെ അനുവദിക്കപ്പെട്ടതാണ്. അയാളുടെ സമ്പത്ത് വിറ്റിട്ടാണെങ്കിലും ശരി, നമ്മുടെ കടം വീട്ടുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട സംഗതിയാണ്. പക്ഷെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, യാ അയ്യുഹല്ലദീന ആമനു, ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നതാണെങ്കിൽ വൈൻ കാന ദു ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ. പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഷാ അല്ലാഹ് അതൊരു മറ്റൊരു വിഷയമാണ്. ആ സമയത്ത് പറഞ്ഞതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അത് തിരികെ തരാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, മൂലധനം പോലും നിങ്ങൾ കൊടുത്ത പൈസ പോലും തിരികെ തരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ വിട്ടുകൊടുക്കണം. വൈൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും. ഇനി അതല്ല, അവധി കെട്ടി കൊടുക്കണം എന്ന് മാത്രമല്ല, അത് ഒഴിവാക്കി കൊടുക്കാനേ, സ്വതക്ക കൊടുക്കാനേ, അതായിരിക്കും നിങ്ങൾക്ക് ഖൈറ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ തുകയൊക്കെയാണെങ്കിൽ ആ രൂപത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതാണ് ഖൈറ്. ഇല്ലെങ്കിൽ സമയമെങ്കിലും നീട്ടിക്കൊടുക്കുക. അതോടൊപ്പം മറ്റൊരു വശം കൂടെയുണ്ട്. നമ്മൾ വാങ്ങിച്ച സമ്പത്ത്, പണം പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ ആ സമയമാകുന്നതിന് മുമ്പ് കടം തന്ന മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട്, എനിക്ക് വിചാരിച്ചതുപോലെ കാശ് കിട്ടിയിട്ടില്ല, വിചാരിച്ച സംഗതി നടന്നിട്ടില്ല, ഒരല്പം കൂടെ എനിക്ക് സാവകാശം വേണമെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കളവ് പറയുന്നതിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതല്ലാന്നെങ്കിൽ ഫോൺ വിളിക്കും, എവിടെയുള്ള, ഞാൻ ഇവിടെ അല്ല, നാട്ടിലെത്തിയിട്ട് തരാന്ന് പറയും. നാട്ടിലെത്തിയാലോ, എനിക്ക് ഇല്ല, ഞാൻ നാളെ തരാന്ന് പറയും. ഇങ്ങനെ ഓരോന്ന് കളവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. സഹോദരങ്ങൾ, ഭയപ്പെടണം, നമ്മൾ പേടിക്കണം നമ്മളിത്. അതോടൊപ്പം വിശാലമായിട്ടുള്ള ഒരു വിഷയമാണ് സമയത്തിന്റെ ദൈർഘ്യമായതുകൊണ്ട് ഞാൻ ചുരുക്കണം. സഹോദരങ്ങൾ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് കടം വാങ്ങുക എവിടുന്നെങ്കിലും വാങ്ങാൻ പറ്റും.
ആരുടെങ്കിലും അടുക്കൽ വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഇന്ന് പലരും നമുക്കറിയാലോ, ലോൺ ഇല്ലാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്? വീടക്കാൻ ലോണ്, കച്ചവടത്തിന് ലോണ്, വിവാഹത്തിന് ലോണ്, എല്ലാത്തിനും ലോണല്ലേ. ബിസിനസ് തുടങ്ങാൻ, കുടുങ്ങാൻ, അവസാനിപ്പിക്കാൻ എല്ലാത്തിനും ലോണാണ് അല്ലെ? അതിനെന്താ പറയുന്നത് ന്യായം? അല്ലാതെ ആര് തരും? ആര് തരുമെന്നുള്ളതല്ല, ആര് തരുമെന്നുള്ള വിഷയമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹലാലിന്റെ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യമല്ലാതെ ഒരിക്കലും അവൻ അനുഭവിക്കാൻ പാടില്ല, കടമായി സ്വീകരിക്കാൻ പറ്റൂല. ലോൺ എടുക്കുക എന്നുള്ളത് വണ്ടി വാങ്ങാനാണെങ്കിൽ ഇല്ല, നമ്മളെ ഓടിക്കുന്ന വണ്ടിയെ കുറിച്ച് ആലോചിച്ചു നിങ്ങൾ. എത്ര മനുഷ്യന്മാർക്ക് ചങ്കൂറ്റത്തോടു കൂടെ പറയാൻ പറ്റും, അടവില്ലാതെ പലിശയുടേതല്ലാത്ത വീട്, പിന്നെ അതാണ് ഞാൻ വണ്ടിയാണ് ഓടിക്കുന്നത്, പലിശയുടേതായിരിക്കുന്ന മുതലിലല്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമാണ്, അത് വിശാലമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എവിടെന്നെങ്കിലും കടം വാങ്ങുന്നതല്ല, ഹലാലായിരിക്കുന്ന രൂപത്തിലൂടെ ആയിരിക്കണം കടം കൊള്ളേണ്ടത്. അത് കൃത്യരൂപത്തിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം പ്രവാചകൻ സഹസ്രങ്ങൾ പറയുകയുണ്ടായി, കടം വീട്ടാൻ നമ്മൾ പ്രയാസപ്പെടുന്നെങ്കിൽ ഇത് വീട്ടി തരാനുള്ള കഴിവുള്ള ഒരേ ഒരാളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന, എല്ലാവർക്കും സമ്പത്ത് വീതം വെച്ച് നൽകുന്ന കാരുണ്യവാനായിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം. ആ റബ്ബിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. എത്ര അർത്ഥവത്തായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ ആ അർത്ഥത്തിനും ആശയത്തിനും നമ്മുടെ ജീവിതം ഒന്ന് പരിവർത്തിപ്പിക്കണം. അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അല്ലാഹുവേ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. നിഷിദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഹലാൽ കൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായി തരണേ. എങ്ങനെ? ഹറാമുകളിൽ നിന്ന് മാറിയിട്ട് ഹലാൽ കൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കി തന്നെ. എന്നാൽ അതിമോഹങ്ങളില്ലാത്ത, അല്ലെ, ആഭാസങ്ങളില്ലാത്ത, അത്യാഗ്രഹങ്ങളില്ലാത്ത, അല്ലെ, ആ രൂപത്തിലുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കി തന്നെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ 90% കടങ്ങൾ ഒഴിവായി പോയി. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തെ കുറിച്ചൊന്നും ആലോചിക്കുക, വേറെ ആളെ കുറിച്ച് അങ്ങനെ ആലോചിക്കണ്ട. നമ്മൾ പലരെ കുറിച്ച് പറഞ്ഞു, ഓനൊക്കെ കടക്കണിലായി, അവനാകെ വിറ്റ് തൊലഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. നമ്മളുടെ അത്രല്ല എന്നാണ്. അത്രണ്ടൊന്നുമില്ലല്ല, കടം എല്ലാം കടം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കടത്തെ കുറിച്ച് ആലോചിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് 50 രൂപ 100 രൂപ കടമുണ്ടെങ്കിൽ, 1000 രൂപ കടമുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ഞാൻ വാങ്ങിച്ചു നോക്കുക. ആ കടം തന്നെയാണത്. അത് ഹലാൽ കൊണ്ട് തൃപ്തിയടയാൻ നമ്മൾ സന്നദ്ധമാകാത്തത് കൊണ്ടാണ് പലപ്പോഴും കടം വാങ്ങേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥന അലി റളിയല്ലാഹു അൻഹു ഒരു സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം നിരന്തരമായി എപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാണ്. അനുവദീയമായിരിക്കുന്ന രൂപത്തിൽ കടം വീട്ടാനുള്ള അവസരം ഉണ്ടായി. പിന്നീട് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ അദ്ദേഹം വീട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അള്ളാഹ് ആകാശത്ത് നിന്ന് ഇറക്കി തരുന്നല്ല എന്റെ അർത്ഥം. ഈ ഒരു ചിന്ത വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടൊക്കെ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തെക്കാളേറെ ചെലവ് വരുന്നോണ്ടാണ് നമുക്ക് കടം വാങ്ങേണ്ടി വരുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാലോ ഒരു മാസത്തിൽ എത്ര സമ്പാദിക്കാൻ കഴിയുന്നുള്ളത്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. ഇത് വരുമാനം എന്ത്, അതിനെക്കുറിച്ച് ചിന്തല്ല. പക്ഷേ ചെലവുകൾ, എക്സ്പെൻസുകളെ കുറിച്ച് നിരന്തരമായ കണക്കുകളല്ലത്. ഒരു വീട്ടിൽ തന്നെ എത്ര മൊബൈലാണ്, ഓരോ മൊബൈലിലും എത്രയാണ് ഡാറ്റകൾക്ക് വേണ്ടി ചെലവാക്കുന്നത്, വണ്ടിക്കും പെട്രോളും എല്ലാത്തിനും ചെലവാക്കാനുണ്ട് അല്ലേ? ഇതൊക്കെ ഇവിടുന്ന് വരുമാനം ഉണ്ടോ? ഇല്ല, വരുമാനമില്ല. 30,000 50,000 50,000 ചെലവാക്കുന്ന ഒരു മനുഷ്യൻ 10,000 പോലും വരുമാനമില്ല എന്നുണ്ടെങ്കിൽ അവൻ കടക്കണിയിലല്ലാതെ എവിടെ പോകാനാ? അതുകൊണ്ട് സൂക്ഷിക്കണം. ജീവിതത്തിൽ പരലോകത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായിരിക്കും എന്റെ കടം എന്ന് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിലായിരിക്കണം നമ്മൾ കടത്തെ സമീപിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഈമാനികമായിരിക്കുന്ന ഒരു കരുത്ത് നമുക്ക് ഉണ്ടാക്കി തരട്ടെ. അതിനെന്താണെന്നറിയോ? നേരത്തെ ഒരിക്കൽ കൂടെ ഗൗരവമുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ആർഭാടങ്ങൾ, ഓരോ മംഗലങ്ങളൊക്കെ നടക്കുന്നൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മളൊക്കെ അല്ലെ? വലിയവന്റെ മംഗലം കാണുമ്പോൾ നമ്മൾ ചെറുതാൻ തോന്നു പോകും. പക്ഷെ നമ്മളെ മംഗലം അതും അതിനേക്കാളുണ്ട്. അത്ര ആർഭാടല്ല എന്നാണ്, അത്ര ഇല്ലാന്നേ ഉള്ളൂ പ്രശ്നം. അതുകൊണ്ട് ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ആളാകലുകൾ ഒഴിവാക്കുക. ആളാകലുകൾ മറ്റുള്ള മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ട് അല്ലെ, അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ട് തൃപ്തിയടഞ്ഞ് ജീവിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മരണത്തിന്റെ സമയത്ത് സമാധാനത്തോടുകൂടെ മരണപ്പെടാൻ നമുക്ക് കഴിയും. പ്രവാചകൻ പറഞ്ഞ പോലെ ഏറ്റെടുത്താലും കാര്യമില്ല, മക്കൾ ഏറ്റെടുക്കുന്നുള്ള ധൈര്യമൊന്നും വേണ്ട. അതോടൊപ്പം മറ്റൊരു മര്യാദ കൂടെയുണ്ട്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. കടം വാങ്ങുമ്പോ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ്, അവസാന ഭാഗത്തുള്ള ആയത്ത്. ആയത്തു ദൈൻ എന്നാണ് ആയത്തിന്റെ പേര് തന്നെ, കടത്തിന്റെ ആയത്ത് എന്നാണ്. ഒരു പേജുണ്ട് ആ ആയത്ത്, നമുക്കൊക്കെ അറിയാം. കാരണം റമദാനിലെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം തുടങ്ങാൻ അല്ലെങ്കിൽ ഖുർആൻ ഓതണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലെങ്കിലും സൂറത്തുൽ ബഖറയെങ്കിലും ഫുള്ളാക്കാത്ത ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാകും തോന്നുന്നില്ല. അതിൽ അവസാന ഭാഗത്ത് വരുന്ന ഒരു ആയത്താണ്, ഒരു പേജ് ഫുള്ളായിട്ടുണ്ട്.
ഫുള്ള് കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന സംഗതികളാണ്. അതിൽപ്പെട്ട യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറയണം, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂ, നിങ്ങൾ നിശ്ചിതമായിരിക്കുന്ന അവധി വെച്ചുകൊണ്ട് ആരുടെ അടുക്കൽ നിന്നെങ്കിലും കടം വാങ്ങുകയാണെങ്കിൽ ഒന്ന് എഴുതി വെക്കിട്ടോ. അതിനുശേഷം വരുന്നത് വിശാലമായി പറയാൻ സമയമില്ല, 2 സാക്ഷികളെ വെക്കണം എന്നാണ്. 2 സാക്ഷികളെ വെക്കണം എന്നാണ്. നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു 10,000 രൂപ ഞാൻ വാങ്ങുമ്പോ നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി റെഡിയാകുമ്പോ അപ്പൊ ശരിയാ, അപ്പൊ എന്നെ വിശ്വാസമൊന്നുമില്ല അല്ലേ, എന്നാ പിന്നെ എന്നാ പിടിച്ചോ നിന്റെ പൈസ എന്നാണ് അല്ലേ. ആ ഒരു മനോഭാവം നമുക്കുള്ളത്. മറ്റൊരാൾ കടം തരുന്ന സമയത്ത് അത് എഴുതി വെക്കുന്ന സമയത്ത് പോലും നമ്മൾ വിചാരിക്കാൻ എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്നാണ്. ഇസ്ലാമിന്റെ കൽപ്പന എഴുതി വെക്കാൻ മാത്രം പോരാ, സാക്ഷ്യം വേണമെന്നാണ്. ആ സാക്ഷി എപ്പോഴൊക്കെ വിളിച്ചാലും ശരി ഹാജരാകും വേണം, നീതിമാനായിരിക്കുന്ന സാക്ഷിയായിരിക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, സാക്ഷികളില്ലാതെ എഴുതി വെക്കാത്ത കടമാണെങ്കിൽ നമ്മുടെ മരണത്തിനു ശേഷം എന്തു ചെയ്യും നമ്മുടെ മക്കൾക്ക് വാപ്പാന്റെ കടം വിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടുന്നൊക്കെ കടം വാങ്ങിയുള്ളതെന്ന് അറിയണ്ടേ. അതുകൊണ്ട് എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു 5 രൂപ വാങ്ങുമ്പോൾ എഴുതി വെക്കണം എന്നാണോ? ഒരു കടമായിട്ട് വാങ്ങുന്നുണ്ടല്ലോ അല്ലെ, സാധാരണഗതി ഒരു കടം പറഞ്ഞിട്ട് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് കടം വാങ്ങുന്നുണ്ടല്ലോ, എഴുതി വെക്കണം. എന്താ മുടക്കുള്ളത്? ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നമല്ല, നമ്മൾ മൊബൈലിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ആരുടെ വാങ്ങുന്നത് നിന്റെ അടുക്കൽ ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്, ഇത്ര ദിവസം ഞാൻ തരുട്ടോന്നു, അത് മെസ്സേജ് അവിടെ വന്നോളൂ, ഡിജിറ്റലായി കടന്നോളൂ. നമ്മൾ ഡിലീറ്റ് ആക്കാത്തടത്തോളം കാലം അല്ലെ നമ്മുടെ വോയിസ് മറ്റവരുടെ ഇതിലുണ്ടാവും. ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, തീർച്ചയായും വിശ്വാസിയുടെ മേൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കടം എഴുതി വെക്കുക എന്നുള്ളത്. അത് ശീലിക്കന്നെ വേണം. അതുപോലെ തന്നെ നമ്മളുമായി അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞു കൊടുക്കണം, ഇന്നാൾ ഞാൻ 2 ലക്ഷം വാങ്ങിയിട്ടുണ്ട്, ഇന്ന ആവശ്യത്തിന് വാങ്ങിയതാണ്, ഇന്നടെ ഇതിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒന്ന് പറഞ്ഞു വെക്കണം. നമ്മുടെ മരണത്തെ എപ്പോഴും നമ്മൾ മുന്നിൽ കാണണം. അങ്ങനെയെങ്കിൽ നല്ലവരായിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ, അനന്തരകാശികളുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തിൽ നിന്നും ആദ്യം അത് പൂർത്തീകരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. റബ്ബ് സുബ്ഹാനഹു വ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സമാധാനം ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് കടം എന്നുള്ളത്. ഭയപ്പെടുക, സൂക്ഷിക്കുക. അത്യാവശ്യങ്ങൾക്കല്ലാതെ ഒരിക്കലും നമ്മളൊക്കെ വിചാരിക്കുന്ന അറിയോ, കാർണോരെടുക്കൽ നിന്ന് കടം വാങ്ങിയാൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അല്ലെ. കടമായി ആരെടുത്ത് വാങ്ങിയാലും ശരി കൊടുക്കണം. അവൻ ചോദിക്കാത്തത് കൊണ്ട് കൊടുക്കാതിരിക്കാൻ നിർവാഹമല്ല. ചില ആളുകൾ അവൻ ചോദിക്കുന്നില്ല, ഞാൻ അടുത്ത ഓഗസ്റ്റ് 20 തരാന്ന് പറഞ്ഞത്, പക്ഷെ 20 കഴിഞ്ഞ് 25 കഴിഞ്ഞിട്ട് അവൻ ചോദിക്കുന്നില്ല എന്നാണ്. ചോദിക്കാതിരുന്നാലും കൊടുക്കാത്തതിന്റെ പേരിൽ ഇവന് ശിക്ഷ ഉണ്ടാവും. ചോദിച്ചോ ഇല്ലേ എന്നുള്ള അവന്റെ മാന്യത കാരണത്താൽ ചോദിക്കാതിരിക്കുന്നതാണ്. പറഞ്ഞ ഡേറ്റിന് അവനെ കണ്ടിട്ട് തരപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കാരണം പറഞ്ഞിട്ട് അവധി നീട്ടി ചോദിക്കുക. അതാണ് ഒരു വിശ്വാസിയുടെ കടമ എന്ന് പറഞ്ഞാൽ. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, കടക്കാരനല്ലാത്ത രൂപത്തിൽ സമാധാനത്തോടുകൂടെ ദുനിയാവിൽ ജീവിക്കുവാനും 1 രൂപ പോലും കടമില്ലാത്ത രൂപത്തിൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സഹോദരങ്ങൾ, സാധാരണ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ പറയുന്നത് പോലെ ഒരുപാട് സാമ്പത്തിക രംഗത്ത് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പല സംഗതികളും വഴിമുട്ടി പോകുന്ന പോലെ ഒരു വീടെന്നുള്ള സ്വപ്നം, മക്കളുടെ മംഗലം എന്നുള്ള പ്രശ്നം, അതുപോലെ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട സംഗതികൾ. ഒരുപക്ഷെ നല്ല വീടൊക്കെ ഉണ്ടാവും, പിന്നീടായിരിക്കും അയാൾ കടക്കാരനായി മാറിയത്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസമുണ്ട്. ഇതൊക്കെ തീർത്തു തരാൻ കഴിയുന്ന റബ്ബാണ്. ആ റബ്ബ് അവരെ കടുക്കുക, അവരിഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയാണെങ്കിൽ റബ്ബ് ഒരിക്കലും മടക്കി അയക്കൂല. അള്ളാഹു നമ്മുടെയൊക്കെ ഈ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചിരുമാറാവട്ടെ. അതോടൊപ്പം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും വസിയത്ത്, ഈ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരി ഇപ്പം ഹോസ്പിറ്റലിലാണ്. തീർച്ചയായും അവരടക്കമുള്ള എല്ലാ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു, വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.